ഹലോ ഗൈസ്, അങ്ങനെ നയനിക്കും ആദർശനും കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. ആദർശ വീട് വിട്ടു പോയതിന്റെ വിഷമത്തിൽ ഒരുപാട് കരഞ്ഞതിനു ശേഷം നയന മുറിയിലോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. മുറിയിലെത്തിയ നയനയ്ക്ക് വയറ്റിൽ നിന്ന് ഒരു വേദന അനുഭവപ്പെടാട്ടോ. പിന്നെ അത് കൂടി കൂടി വരികയാണ്. ആ വയറും പിടിച്ച് ആർത്ത് കരയുന്നുണ്ട് നയന. നയനയുടെ ശബ്ദം കേട്ട് ഓടിച്ചെന്നെത്തുന്ന ദേവ്യാനി കാണുന്നത് നയന തറയിൽ കിടക്കുന്നതാണ്. ആ കാഴ്ച കണ്ടിട്ട് ദേവ്യാനിക്ക് ആകെ പേടിയാവാണ് കേട്ടോ. ദേവ്യാനി ഓടി വന്നിട്ട് നയന മോളെ എടുത്ത് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദേവ്യാനിയുടെ ശബ്ദം കേട്ടിട്ട് അപ്പോഴേക്കും ജയൻ ഓടിയെത്താണ് കേട്ടോ. അങ്ങനെ ജയനും അജയനും ഒക്കെ ചേർന്നിട്ട് നയനയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർമാര് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ കൈയൊഴിയുകയാണ്. ഈ വിവരം അറിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മുത്തശ്ശനോട് ആദ്യമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് തല കറങ്ങി വീഴുന്നതും കാണിക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ ദേവ്യാനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേവ്യാനി ആദ്യം ദേഷ്യം പിടിച്ചോണ്ട് ആദർശിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം ഈ വിവരം പറയാണ് കേട്ടോ. ആ സമയത്ത് ആദർശ ആകെ ഞെട്ടിത്തരിക്കാണ്. അക്കൂട്ടത്തിൽ ദേവ്യാനി പറയുന്നുണ്ട്, എടി നീ എന്റെ കൺമുമ്പിൽ വന്നു പോരുത്, ആനന്ദപുരിയിലേക്ക് ഇനി നീ വരണ്ട എന്നൊക്കെ പറഞ്ഞ ദേവേനെ ആദർശിന് ഒരുപാട് വഴക്ക് പറയാണ്. വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചിട്ട് ആ പാവം പെണ്ണിനെ നീയൊക്കെ കഷ്ടപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ ദേവേനെ ഒരുപാട് പറയുന്നുണ്ട്. നേരെ മറിച്ച് നവ്യയ്ക്ക് നയനയുടെ കാര്യത്തിൽ വലിയ വിഷമാവാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാണ് അഭിയും അവന്തിയും ജലജയൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നയന ആർത്ത് വിളിച്ചോണ്ട് കട്ടിലിന്റെ താഴെയായിട്ട് വീഴുന്നതാണ്. നയനയാണെന്നുണ്ടെങ്കിൽ തന്റെ വയറ് കൂട്ടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അയ്യോ അമ്മേ അമ്മേ ഇങ്ങനെ നിലവിളിച്ചോണ്ട് നയന കട്ടിലിന്റെ താഴെയായിട്ട് വീഴാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലാവുകയാണ്. പിന്നെ നയനയുടെ ഒരനക്കവും ഇല്ല കേട്ടോ. നയനയുടെ ഈ ശബ്ദം കേട്ടിട്ട് ദേവി എന്നെ താഴേന്ന് ഓടി എത്തുന്നുണ്ട്. മോളെ ഈ മോളിത് എവിടുന്നാ വിളിക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് ദേവ്യാനി പേടിച്ചോണ്ട് എല്ലായിടത്തും നോക്കാൻ കേട്ടോ. അവിടെ എവിടെയും കാണാത്തതുകൊണ്ട് തന്നെ ദേവ്യാനിക്ക് തോന്നാണ് മുറിയിലുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഓടി പിടിച്ച് മുറിയിലോട്ട് എത്തുന്നുണ്ട്. അയ്യോ മോളെ എഴുന്നേൽക്ക്. അയ്യോ എന്റെ മോക്കിത് എന്തു പറ്റി? അയ്യോ മോളെ എഴുന്നേൽക്കുന്നില്ലല്ലോ. ജേട്ടാ അജയ, ആരെങ്കിലും ഒന്ന് ഓടിവാ. ഈ ശബ്ദം കേട്ടിട്ട് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ ശബ്ദമല്ല കേൾക്കുന്നത്. ഏട്ടത്തി ഇത് എവിടെയാ ഏട്ടത്തി? ഇതും പറഞ്ഞുകൊണ്ട് ജാനകി നേരെ നയനയുടെ മുറിയിലോട്ട് കടക്കുന്ന സമയത്താണ് നയന താഴെ വീണിരിക്കുന്നത് കാണുന്നത് കേട്ടോ. അയ്യോ ഏട്ടത്തി, നയനയ്ക്ക് എന്ത് പറ്റി? ഒന്നും അറിയില്ല ജാനകി, നീ പെട്ടെന്ന് ജയേട്ടനെ അജയൻ ആരെങ്കിലും ഒന്ന് വിളിക്ക്. ജാനകി നീ ആ വെള്ളം ഒന്ന് എടുത്തേ. അങ്ങനെ ജാനകി വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ജാനകി നേരെ പോയിട്ട് അജയനെയും ജയനെയും വിളിച്ചോണ്ട് വരികയാണ്. ദേവ്യാനി വെള്ളം എടുത്ത് മുഖത്തോട്ട് കുടയുന്നുണ്ടെങ്കിലും നയനയ്ക്ക് ഒരു അനക്കവും ഇല്ല കേട്ടോ. അയ്യോ എന്റെ മോക്കിത് എന്തു പറ്റി? നയന മോളെ ഒന്ന് എഴുന്നേൽക്ക് മോളെ, കണ്ണ് തുറക്ക്, അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയനും അജയനും അങ്ങോട്ട് വരുന്നത്. ഏട്ടത്തി എന്തു പറ്റി? ഒന്നും അറിയില്ല അജയ. ജേട്ടാ പെട്ടെന്ന് നയനമോളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ജയ മോളെ പിടിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി നയനയെ എടുത്ത് താങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാറിലോട്ട് വെക്കുന്നുണ്ട്. ജേട്ടാ ഞാനും വരട്ടെ? ആ നീയും കയറിക്കോ. ഇതും പറഞ്ഞ് ദേവ്യാനിയും കൂടി കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അജേട്ടാ എന്താ വിവരം എന്നുള്ളത് വിളിച്ച് പറയണം. ശരി ഈശ്വര, നയനമോൾക്ക് ആപത്തൊന്നും വരുത്തല്ലേ എന്ന് ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാർ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജലജയാണ് കേട്ടോ. ജലജ പുറത്തോട്ട് വരുന്നതാണ്. ആ ജാനകി, കാറിലാരാ പോയത്? പെട്ടെന്ന് നയനമോള് തല കറങ്ങി വീണു, ബോധമൊന്നുമില്ല, ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കുക. എന്ത്, നയനയ്ക്ക് ബോധമില്ലെന്നോ? അതെ. അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പൊ അവളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവൻ പോയത് ഏതായാലും നന്നായി, അവന്റെ കുഞ്ഞില്ലാതായല്ലോ. മിക്കവാറും ഇനി അവൾക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. അയ്യോ ജാനകി, എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ സംശയമായിരിക്കുമല്ലേ? ദേ ജലജെ, നീ നിന്റെ നാവെടുത്ത് ഓരോന്ന് പറയാൻ നിൽക്കരുത്, നിർത്തിക്കോ. ഓ ഞാനൊന്നും പറഞ്ഞില്ല, എൻ്റെ ഒരു സംശയം പറഞ്ഞതാ. കാരണം ആ പെണ്ണ് അത്രത്തോളം വിഷമിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ നിരന്തരം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇടക്കാലത്ത് വെച്ച് അവൻ ദുബായിലോട്ട് പോയി, അവിടുന്ന് ജയിലിലായി. ആ വിഷമം തന്നെ നയനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ദേ ഇപ്പം ഇതേ അവളെ ഇവിടെ ഇട്ടുവെച്ചുകൊണ്ട് അവൻ വീട് വിട്ട് ഇറങ്ങി പോവുക. അതും അച്ഛൻ പറഞ്ഞിട്ടല്ല അവൻ വീട് വിട്ട് പോയത്. അവൻ്റെ അഹങ്കാരത്തിൽ സ്വന്തം അഭിപ്രായത്തോടു കൂടിയാ പോയത്. അപ്പം പിന്നെ അവന് കിട്ടേണ്ടതൊക്കെ തന്നെയാ ഇത്. ജലജെ, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? എന്തൊരു ജന്മമാടി നീ. ഇതും പറഞ്ഞുകൊണ്ട് ജാനകി അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. ഹോ, ഇന്നെന്തായാലും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാം. സന്തോഷിക്കാനുള്ള അടുത്തൊരു വകയും കൂടിയായി. ആ സമയത്താണ് കേട്ടോ അവന്തിക അങ്ങോട്ട് വരുന്നത്. അമ്മേ, ഇപ്പോൾ ഒരു കാറ് പോകുന്ന സൗണ്ട് കേട്ടു. ആരാ പോയത്? ഓ അതൊരു സന്തോഷ വാർത്ത നിറഞ്ഞ പോക്കാ. ഇനി അതൊന്ന് കൺഫേം ആയാൽ മതി. കൺഫേം ആവേ? അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? ഹെടി മോളെ, ഒരുത്തി തലകറങ്ങി വീണു, ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കാം, ബോധമൊന്നും ഇല്ല. ആര് തലകറങ്ങി വീണു? അമ്മായിയാണോ? അവളല്ല, അവളുടെ മരുമകളുണ്ടല്ലോ, അവള് തലകറങ്ങി വീണു. അയ്യോ നയനേട്ടത്തിയോ? അതേ മോളെ. ഷോ പാവം, വയറ്റിലൊരു കുഞ്ഞുണ്ട്. എന്തായിരിക്കുമല്ലേ ഇനി അവസ്ഥ? ആദർശേട്ടന് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വീട് വിട്ടൊക്കെ പോകേണ്ടത്. അതുകൊണ്ടല്ലേ ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെന്തുകൊണ്ട് നന്നായിരിക്കല്ലേ മോളെ? എന്ത് നന്നായിരിക്കുക?
അമ്മയ്ക്കല്ലേനും അമ്മയെ സ്നേഹിക്കുന്നവരോട് ഒരു കൂറുമില്ല. അമ്മ എപ്പോഴും അവരുടെ നാശമാണ് ആഗ്രഹിക്കുന്നത്. ഓ, നീ ഇപ്പൊ വലിയ നന്മമരല്ലേ, അമ്മയുടെയും ചേട്ടന്റെയും കൂടെ നീ നിൽക്കാറുണ്ടോ? എന്തിനു നിൽക്കണം? നിങ്ങൾ തല തിരിഞ്ഞ പ്രവർത്തികൾ മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുന്നേക്കാളും ഭേദം നല്ലവരുടെ കൂടെ നിൽക്കുന്നതാ. എന്ന് മുതലാടി ഞങ്ങൾ നിൽക്ക അങ്ങനെയുള്ള ഒരാളായത്? അമ്മേ, കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആളുകൾക്ക് അമ്മയും ചേട്ടനും ചെയ്യുന്ന പ്രവർത്തികളൊക്കെ എത്രത്തോളം തെറ്റാണെന്ന് മനസ്സിലാവും. ഏട്ടൻ വലിയൊരു തെറ്റ് ചെയ്തു. പാവ ആദർശേട്ടൻ അതൊക്കെ തലയിൽ ചുമന്നോണ്ട് നടക്കുക. എന്നിട്ട് ഒരുത്തിയുണ്ടല്ലോ ഇവിടെ, ഏട്ടന്റെ ഭാര്യ എന്ന് പറയുന്നവള്. അവള് വലിയ സംഭവമാണെന്ന വിചാരം. അവളുടെ ഭർത്താവാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവൾ എന്തെങ്കിലും അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ദേ അവന്തികെ, അവൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ദയവ് ചെയ്ത് നീ ആയിട്ട് അത് അവളോട് പറയരുത്. ഞാനായിട്ട് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതുകൊണ്ടേ നിങ്ങൾക്കായിട്ട് തിരിച്ചടി കിട്ടിക്കോളും. പാവം നയനേട്ടത്തി എന്തായോ ആവോ. ഓ, അവക്ക് എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ മേട്ടനോടും ഉള്ളതിനേക്കാൾ ഇഷ്ടം അവരോടാ. അതേന്ന് കൂട്ടിക്കും. അവധിക്കാണെങ്കിൽ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവളുടെ കുഞ്ഞിനെ അവൾക്ക് ഇല്ലാതാവണം, നഷ്ടപ്പെടണം. എന്തായാലും എൻ്റെ അച്ഛൻ പൊളിയാ. എൻ്റെ അച്ഛനെ കുറച്ചുകൂടി മുമ്പ് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ആ കിളവൻ എൻ്റെ അച്ഛനെ മൂർത്തീസ് ജ്വല്ലറിന്ന് അടിച്ചിറക്കിയതല്ലേ. അതിന് പകരം ആ കിളവൻ ഇനി എയും ജ്വല്ലറിന്ന് നമ്മളടിച്ച് പുറത്താക്കും. എല്ലാം കൈക്കലാക്കിയതിനു ശേഷം മൂർത്തീസ് ജ്വല്ലറിയും എയും ജ്വല്ലറിയായിട്ട് മാറും. എല്ലാം ഷെയറിട്ട് ഞങ്ങൾ തന്നെ വാങ്ങിക്കും. ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അവധികെ നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, ഞാൻ ഏട്ടത്തിയുടെ കാര്യം ആലോചിച്ച് വിഷമിച്ച് പോയതാ. ഓ, അവളുടെ ഒരു ഏട്ടത്തി എങ്ങനെയെങ്കിലും അവളുടെ കുഞ്ഞിന് ഇല്ലാതായ വേണ്ടില്ലെന്ന് കരുതിയിരിക്കുക ഞാൻ. എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ ചെന്ന് അബിയോട് പറയട്ടെ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അമ്മ നല്ല സന്തോഷത്തിലാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പടികളായിട്ട് സന്തോഷിക്കണം. ഞാനെന്തായാലും ഈ സന്തോഷ വാർത്ത വിളിച്ച് അച്ഛനെ ഒന്ന് അറിയിക്കട്ടെ. ഇതും പറഞ്ഞിട്ട് അവധിക അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നാഗേന്ദ്രൻ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മോളെ, എന്തായി? ആദർശ് പോയതി പിന്നെ അതൊരു മരണവീടായി കാണും അല്ലേ? അതെ അച്ഛാ, ശരിക്കും ഈ വീട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ ഇന്നാ കാണുന്നത്. പിന്നെ അച്ഛാ, വേറൊരു സന്തോഷ വാർത്തയും കൂടി പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. അതെന്ത് സന്തോഷ വാർത്ത? എന്താ മോളെ? അച്ഛാ, ഇവിടെ എൻ്റെ ഏട്ടത്തി ഉണ്ടല്ലോ, നയന. അവള് തലകറങ്ങി വീണു. എന്ത്? നയന തലകറങ്ങി വീണെന്നോ? എന്തുപറ്റി? അതൊന്നും അറിയില്ല. അബോധാവസ്ഥയിലാ ഇവിടെ നിന്നെടുത്ത് കാറ് കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. മിക്കവാറും അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നാ അമ്മയൊക്കെ പറയുന്നത്. അത് കൊള്ളാലോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ മോളെ? അതെ അച്ഛാ. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്ന് അവരെങ്ങാനും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? എനിക്കറിയാം, നമ്മളെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കരുത് അച്ഛാ. ഒരിക്കലും വിട്ടുകൊടുക്കാനല്ലല്ലോ നാഗേന്ദ്രൻ പുനർജന്മം ജനിച്ച് വീണ്ടും വന്നത്. മോളെ, എന്തായാലും അച്ഛന് സന്തോഷമായി. ആനന്ദപുരിയുടെ അടിവേരിളകി തുടങ്ങി. ഇനി ഓരോന്നോരോന്നായിട്ട് പറിച്ച് ഞാൻ എടുക്കും. അങ്ങനെ ആനന്ദപുരി മൊത്തത്തിൽ നശിപ്പിക്കും ഞാൻ. ഈ നാഗേന്ദ്രൻ തൊട്ട വിഷം ചീറ്റും. നാഗേന്ദ്രൻ ആരാണെന്നുള്ളത് മൂർത്തി അറിയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ അച്ഛാ, ഞാനിപ്പോൾ വെക്കുവാണ്, നമുക്ക് മീറ്റ് ചെയ്യാം. ശരി മോളെ. ഇതും പറഞ്ഞ് നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജലജ അബിയുടെ അടുത്തെത്തുന്നതാണ്. അബിയാണെന്നുണ്ടെങ്കിൽ നവ്യക്ക് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടാ അബി, നീ ഇവിടെ ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരുന്നോ? ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? എന്താ അമ്മേ, ആദർശ് വീട് വിട്ട് പോയതല്ലേ, അതിപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൂടെ? എടാ അതൊന്നും അല്ല, ഇവിടെ ഇപ്പം വേറൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? നമ്മളറിയാത്ത എന്ത് സംഭവം ഉണ്ടായത്? അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്. എന്താ അമ്മേ? അത് പിന്നെ നയനയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. നയനയ്ക്ക് എന്ത് പറ്റി? ഒന്നും അറിയില്ല മോളെ. അബോധാവസ്ഥയിലാണ് അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ട് പോലും അവൾ എഴുന്നേൽക്കുന്നില്ല. അയ്യോ, നയനയ്ക്ക് എന്തു പറ്റി? എന്തായാലും അവർ വിളിച്ചാലേ എന്ത് പറ്റിയതാണെന്ന് അറിയാൻ പറ്റൂ. അപ്പം അബി പറയുന്നുണ്ട്, അമ്മയൊന്ന് വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് അമ്മയും കൂട്ടി അബി ഒരു ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. എടാ, സന്തോഷിക്കാൻ അടുത്തൊരു വകയും കൂടി ആയില്ലേ? അമ്മയല്ല പറഞ്ഞിരുന്നത് എനിക്കിപ്പോൾ ചീത്ത സമയമാണെന്ന്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുക ഇപ്പോഴാണ് എൻ്റെ തലവര തെളിഞ്ഞതെന്ന്. എനിക്കും തോന്നാതില്ലതില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നല്ലമ്മേ, കുറച്ച് നാളായിട്ട് ദൈവം നമ്മുടെ കൂടെ തന്നെയാ. എന്തായാലും ഇന്ന് കാണാൻ പോകുന്ന പൂരം നമുക്ക് കണ്ടു തന്നെ അറിയാം മോനെ. എന്ന് വെച്ചാ എടാ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് ഇനി യാതൊരു വിധ ഗ്യാരണ്ടിയും ഇല്ല. അവൾ ഇങ്ങനെയൊക്കെ അബോധാവസ്ഥയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് കുഞ്ഞിനെ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അയ്യോ, അപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ? അതിലെന്താടെ കുഴപ്പം? നമ്മളും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതല്ലേ. അതൊന്നും ഫലിക്കാതെ പോയത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതിയാൽ മതി. ഇപ്പോഴാണ് അതിനുള്ളൊക്കെ സമയം. എടാ, കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിലും ദൈവം ഇത്രത്തോളം സന്തോഷിക്കാനുള്ള വകയുണ്ടാക്കി തരുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അധികം സന്തോഷിക്കണ്ട അമ്മേ. ചിലപ്പോൾ ആ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോവും.
എടാ അങ്ങനെയൊന്നും പറയാതെ. സന്തോഷം എന്നെ നെറുകും തലയിൽ കയറിയിരിക്കുക. എന്തായാലും നവ്യയുടെ അടുത്ത് നീ അധികം സന്തോഷമൊന്നും പ്രകടിപ്പിക്കണ്ട. കാരണം നന്ദുവിനോടുള്ള ദേഷ്യത്തിൻ്റെ അത്രയൊന്നും അവൾക്ക് നയനയോടില്ല. ശരിയാമേ, അവൾക്ക് ഇടയ്ക്കൊക്കെ നയനയോടൊരു ഇഷ്ടം തോന്നിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നീ അത് എങ്ങനെയെങ്കിലും വെറുപ്പാക്കാൻ വേണ്ടി നോക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ദേവ്യാനയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് കരയുന്നുണ്ട്. ചേട്ടാ, എൻ്റെ നയനമോള്. ദേവ്യാനി, നീ ഇങ്ങനെ കരയാതെ, ഇതൊരു ഹോസ്പിറ്റലാണ്. നീ കുറച്ച് ധൈര്യം സംഭരിച്ച് നിൽക്ക്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഏട്ടത്തി കരയാതിരിക്ക്. ജേട്ടാ, നമുക്കിത് ആദർശിനെ അറിയിക്കണ്ടേ? ആ സമയത്ത് ദേവ്യാനി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട, അവൻ അറിയണ്ട. അവൻ ഒറ്റയൊരുത്തൻ കാരണം നയനമോൾക്ക് ഈ അവസ്ഥ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നയനമോളും അവളുടെ കുഞ്ഞും ആരോഗ്യവതിയായിരുന്നേനെ. ജേട്ടാ, ഡോക്ടർ വരുന്നില്ലല്ലോ, എനിക്കെന്തോ ആകെ. ദേവേനി, നീ വിഷമിക്കാതിരിക്കെ. കുഞ്ഞിനും നയനമോൾക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതേ ഏട്ടത്തി, ഓരോന്ന് കാട് കയറി ആലോചിക്കാതെ. ഡോക്ടർ വന്നാൽ എന്താ വിവരമെന്ന് പറയുമല്ലോ, അതുവരെ ഒന്ന് സമാധാനിച്ചിരിക്കി. ഇത് പറയുമ്പോഴാണ് ഡോക്ടർ അകത്തിന്ന് പുറത്തോട്ട് വരുന്നത്. ജേട്ടാ, ഡോക്ടറെ എന്തായി നയനമോളുടെ കാര്യം? അത് പിന്നെ ഒന്നും പറയാനായിട്ടില്ല. ഞങ്ങൾ ചില ചെക്കപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ദേവ്യാനി ഇതേ. ദേവ്യാനി ഇവിടെ ഇരുന്ന് കരയുവാണോ? താൻ എന്താണോ ദേവ്യാനി ഇങ്ങനെ? കുറച്ച് ബോൾഡായിരിക്കേ. നീ നല്ല ബോൾഡായിട്ടുള്ള ഒരു ലേഡിയല്ലേ? എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കങ്ങനെ ബോൾഡായിരിക്കാൻ പറ്റില്ല ലക്ഷ്മി. ഇപ്പം എൻ്റെ മോക്ക് എങ്ങനെയുണ്ട്? മോക്കൊരു കുഴപ്പമില്ല. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ റൂമിലോട്ട് വരൂ. ഇതും പറഞ്ഞുകൊണ്ട് ദേവ്യാനിയും ജയനെയും കൂടി മുറിയിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഡോക്ടറുടെ മുറിയിലോട്ട്. ഇരിക്കൂ. എടോ ദേവ്യാനി, താൻ ഇങ്ങനെ തളരാതെ. അപ്പം ജയൻ പറയുന്നുണ്ട്, ദേവ്യാനി കുറേ നേരമായിട്ട് ഇങ്ങനെയാ ഡോക്ടറെ. അവൾക്ക് മരുമകളെന്ന് വെച്ചാൽ ഇപ്പം ജീവനാ. അതെനിക്കറിയാലോ. ആദ്യം മരുമകളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റൂ അത്രത്തോളമൊക്കെ നോക്കിയിരുന്ന ആളാ. ഇപ്പം മരുമകളെ പിരിഞ്ഞിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഡോക്ടറെ, എങ്ങനെയുണ്ട് ഇപ്പം നയനയ്ക്ക്? നയനയുടെ കണ്ടീഷനിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും അത് ബോൾഡായിട്ട് തന്നെ അംഗീകരിക്കണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരും. അതിനെയൊക്കെ മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ലക്ഷ്മി, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവേനി, നിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ പറയാം? എനിക്കത് പറയാൻ പറ്റില്ല. എന്നാലും പറയാതിരിക്കാനാവില്ല. ഞാൻ കഴിഞ്ഞ വീക്കിൽ വന്നപ്പോഴും പറഞ്ഞതല്ലേ, ഇനി നയനമോളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടാവരുതെന്ന്. എന്നിട്ടിപ്പോൾ വീണ്ടും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുകയാണ്. അതും സ്വന്തം ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കുക? ലക്ഷ്മി, ഒരു സാഹചര്യത്തിൽ ആദർശിന് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. എന്നാലും ആദർശിൻ്റെ സാഹസമൊക്കെ ഈ സ്റ്റേജിലാവരുതായിരുന്നു. നീ എന്താ ലക്ഷ്മി പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും ദേവയാനിക്ക് മനസ്സിലായില്ലേ? നയനയുടെയും ആദർശിൻ്റെയും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. ഒരമണിക്കൂറിനുള്ളിൽ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോഴേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും ദേവ്യാനോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ, ഇനി നയനയുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവരുതെന്ന്. എന്നിട്ടും സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇങ്ങനൊരു ഹാർട്ട് ബ്രേക്ക് ആ കുട്ടിക്ക് ഉണ്ടായല്ലോ. അതൊരിക്കലും ആ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. നയനയുടെ ബോഡി ഭയങ്കര വീക്കാണ്. ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഫുഡൊക്കെ ഞാൻ സമയത്തിന് കൊടുക്കുന്നുണ്ട് ലക്ഷ്മി. പക്ഷേ മോള് പരമാവധി ഫുഡൊക്കെ ഒഴിവാക്കാറാ പതിവ്. അങ്ങനെയൊന്നും പാടില്ല. സമയത്തിന് നന്നായിട്ട് ആഹാരം കഴിക്കണം. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാൻ പറ്റുന്നില്ല ദേവയാനി. അങ്ങനെ പറയരുത് ലക്ഷ്മി. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവയാനി? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശരിക്കും ഫോളോ ചെയ്യുന്നില്ലല്ലോ. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. ഇനിയിപ്പം ഞങ്ങൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും ദേവയാനി അതിനൊക്കെ പാകപ്പെടുത്തി മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കണം. ദേവയാനി മാത്രമല്ല, നയനയും പറഞ്ഞ് മനസ്സിലാക്കണം. ദേവയാനി ഇതുപോലെ ബോൾഡ് അല്ലാതെ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ദേവയാനിയുടെ മരുമകളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ജയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറയാനാ ഡോക്ടറെ? എൻ്റെ മകൻ കാരണം ഇപ്പം ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അവൻ വീട് വിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നയനമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു ഡോക്ടറെ. അങ്ങനെ പൂർണ്ണമായിട്ടും ആദർശിനെ കുറ്റപ്പെടുത്തണ്ട. ചിലപ്പോൾ ബോഡി വീക്കായതുകൊണ്ടായിരിക്കാം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് പറയാൻ പറ്റാത്തത്. ശരി, എന്നാൽ പിന്നെ നിങ്ങൾ ചെന്നോളൂ. ദേവയാനി, എഴുന്നേൽക്ക്. മോളെ കാണുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണോട് കൂടി അവളോട് സംസാരിക്കരുത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതെ ദേവയാനി, അതാണ് എനിക്കും പറയാനുള്ളത്. നയന മോളോട് നല്ല രീതിക്ക് വേണം സംസാരിക്കാൻ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ ദേവയാനി, സാധാരണ ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമ്മൾ ആരെയും കാണിക്കാറില്ല. എന്നാലും ദേവയാനിക്ക് കയറി കാണാം. ശരി ലക്ഷ്മി. ജയേട്ടാ, എനിക്ക് നയനമോളെ ഒന്ന് കാണണം. നീ വാ. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ട് നയനയെ കാണാൻ വേണ്ടിയിട്ട് നയനയുടെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നയന മുറിയിൽ അങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. മോളെ, നയന മോളെ.
ദേവേനി നീ കരയാതെ. ആ സമയത്ത് പതുക്കെ നയന കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, ആദർശേട്ടൻ, ആദർശേട്ടൻ, ആദർശ്, ആദർശോ, ജയേട്ടാ, ആദർശിനെ ചോദിക്കുന്നത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോളെ ആദർശ് വരുന്നുണ്ട്. എൻ്റെ ആദർശേട്ടൻ എനിക്ക് കാണണം, ആദർശേട്ടൻ എനിക്ക് കണ്ടേ പറ്റും. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആദർശ് വരുന്നുണ്ട്. അമ്മേ, എനിക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് എനിക്ക് നല്ല വയറുവേദന തോന്നി. അപ്പം തന്നെ ഞാൻ തല കറങ്ങി താഴെ വീഴുകയും ചെയ്തു. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല അമ്മേ. ഏയ്, മോക്കൊരു കുഴപ്പമില്ല. മോൾ വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ കൊടുക്കരുത്. അമ്മേ, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞത്? ജയേട്ടാ, മോളെ, കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞത് മോൾക്ക് നന്നായിട്ട് റെസ്റ്റ് വേണമെന്നാ. പിന്നെ മോള് മനസ്സിന് സ്ട്രെസ് കൊടുക്കുന്ന രീതിയിലൊന്നും ഇങ്ങനെ ആലോചിച്ച് കൂട്ടരുതെന്നും പറഞ്ഞു. വേറെ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. മോള് വെറുതെ അതേക്കുറിച്ച് ആലോചിച്ച് മനസ്സിന് സ്ട്രെസ് കൊടുക്കാതെ. അച്ഛാ, എനിക്കത് മാത്രമായിരുന്നു പേടി. ഇപ്പം എനിക്ക് സമാധാനമായി. മോളെ, ഞങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും അമ്മയും പുറത്ത് തന്നെ ഉണ്ടാവും. അതിന് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്കെന്താ ഇവിടെ നിന്നാൽ കുഴപ്പം? അത് പിന്നെ മോളെ, ഹോസ്പിറ്റലുകൾക്ക് ചില റൂൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. എന്തായാലും ഞാനും അമ്മയും പുറത്ത് തന്നെയുണ്ട്. മോളെപ്പോൾ വിളിച്ചാലും ഞങ്ങൾ അകത്തോട്ട് വരും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, മോളെ, മോൾക്ക് ഒരു കുഴപ്പമില്ല. അമ്മ എപ്പോൾ വിളിച്ചാലും പുറത്ത് തന്നെ ഉണ്ടാവും. ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ വിവരമൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോള് വെറുതെ മനസ്സിലോരോന്ന് ആലോചിച്ച് കൂട്ടരുത്. ഇല്ലമ്മേ. ആദർശേട്ടൻ എന്തായി? ഇങ്ങോട്ട് വരുന്നുണ്ടോ? അത് പിന്നെ ആദർശിനെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താമെന്നാണ് പറഞ്ഞത്. ശരിയമ്മേ. ശരി മോളെ. ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി പുറത്തോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പം തന്നെ അജയൻ ഓടി വരുന്നുണ്ട്. ഏട്ടാ, ഏട്ടത്തി, നയനമോൾക്ക് എങ്ങനെയുണ്ട്? അപ്പം ജയൻ പറയുന്നുണ്ട്, നയനമോൾക്ക് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ എന്താ നയനമോൾക്ക് പറ്റിയത്? അത് നിന്നോട് ഞാൻ എങ്ങനെ ഇത് പറയാ? എന്താ ഏട്ടാ, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ജയ, നമ്മുടെ ആദർശിൻ്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് സംശയമാണ്. എന്ത്? ഏട്ടത്തി എന്താ ഈ പറയുന്നത്? അതെ അജയ, നമുക്ക് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാതെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏട്ടാ, ഈ വിവരം വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ വിളിച്ച് പറയണ്ട. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്നും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞത്. അയ്യോ, ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു. ജയേട്ടാ, ഇനിയും ഈ വിവരം ആദർശിനെ വിളിച്ച് പറയാതിരിക്കുന്നത് ശരിയാണോ? ഞാൻ ആദർശിനെ വിളിക്കാനും കൂടിയാണ് വന്നത്. നയനമോള് ആദർശിനെ തിരക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയണം. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. ദേവേനി, നീ ഇവിടെ ഇരിക്കുക. ഇതും പറഞ്ഞുകൊണ്ട് ജയൻ ഫോണായിട്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിന് ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആദർശ് കോൾ എടുക്കുന്നുണ്ട്. ഹലോ അച്ഛാ. ആദർശേ, നീ എവിടെയാ? ഞാൻ റൂമിലെത്തി അച്ഛാ. ഞാൻ നയനയ്ക്ക് കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. നയനയ്ക്ക് വിളിച്ചിട്ടും അമ്മയ്ക്ക് വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല. അതിന് അവർ ഫോൺ എടുത്തിട്ടല്ലല്ലോ ഹോസ്പിറ്റലിലോട്ട് വന്നത്. എന്ത് ഹോസ്പിറ്റലിലോട്ടോ? എന്താ അച്ഛാ, മുത്തശ്ശന് വല്ല പ്രശ്നം? മുത്തശ്ശനല്ല, നിന്റെ ഭാര്യയ്ക്കാ പ്രശ്നം. നയനയ്ക്കോ? നയനയ്ക്ക് എന്ത് പ്രശ്നം? നീ അവളെ വിഷമിപ്പിച്ചുകൊണ്ട് അനന്തപുരിയുടെ പടിയിറങ്ങി പോയതല്ലേ. അപ്പം പിന്നെ അവൾക്ക് വിഷമമില്ലാതിരിക്കുമോ? അച്ഛാ, നയനയ്ക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ഏത് ഹോസ്പിറ്റലാ? മോനെ, നീ പോയതിൽ പിന്നെ മോൾ ഒരുപാട് കരഞ്ഞു. അതിനുശേഷം മുറിയിലോട്ട് പോയതാ. നല്ല വയറുവേദന തോന്നി. അപ്പം തന്നെ ഒരു തലകറക്കവും. ആ സമയം ബോധമില്ലാതെ താഴെ വീഴുമായിരുന്നു. അയ്യോ, എന്നിട്ടെന്താ? ദേവയാനി കണ്ടു. പിന്നെ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. മോനെ, ഇപ്പം നിന്നെ തന്നെയാണ് മോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അച്ഛാ, നയനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ ആദ്യം ഹോസ്പിറ്റലിലോട്ട് വാ. ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അച്ഛാ, എനിക്ക് പേടിയാവുന്നുണ്ട് അച്ഛാ. അനന്തപുരയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിനക്ക് ഈ പേടിയൊന്നും ഇല്ലായിരുന്നോ? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. നിന്നെ നയനമോൾ തിരക്കുന്നുണ്ട്. ശരി അച്ഛാ. അച്ഛൻ വെച്ചോ. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആദർശ് നേരെ ഹോസ്പിറ്റലിലോട്ട് പുറപ്പെടുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ദേവയാനിയെ തിരക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ജലജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ല, അമ്മ ആരെയും തിരക്കുന്നത്? നീ ദേവയാനിയെ കണ്ടിരുന്നോ? അത് ശരി. അപ്പം അമ്മയൊന്നും അറിഞ്ഞില്ലേ? എന്തറിയാൻ? ഓ, അപ്പം അമ്മയോടും അച്ഛനോടും ആരും കാര്യമൊന്നും പറഞ്ഞില്ലല്ലേ? എന്താന്ന് വെച്ചാൽ നീ ഒന്ന് തെളിയിച്ച് പറയുന്നുണ്ടോ ജലജെ? അമ്മേ, നയന പെട്ടെന്ന് തലകറങ്ങി വീണു. അബോധാവസ്ഥയിൽ ജയേട്ടനും അജയേട്ടനും അവളെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏട്ടത്തെയും കൂടി കൂടെ പോയിട്ടുണ്ട്. നയനമൊക്കെ എന്തു പറ്റി? അതൊന്നും അറിയില്ല. കുറച്ചു നേരം മുമ്പ് ജാനകി അജയനെ വിളിച്ചിരുന്നു. അജയനാണെങ്കിൽ ഒന്നും തുറന്നു പറയുന്നുമില്ല. ഈശ്വര, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നേരെ മുറിയിലോട്ട് പോവാൻ കേട്ടോ. മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ. ഇത് കണ്ട മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയോടെ വസുന്ധരെ? ഇനി എന്ത് പറ്റാനാ? ഈ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകിയില്ലേ? നീ എന്നെക്കൊണ്ട് പറയിച്ചതിനെ പറയിപ്പിക്കുകയാണോ വീണ്ടും വസുന്ധരെ?
ഞാൻ എങ്ങനെ പറയാതിരിക്കും? അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ ഈ വീട്ടിൽ നടക്കുന്നത്. ഇദ്ദേഹം വല്ലതും അറിഞ്ഞോ? എന്താ പ്രശ്നം? നയനമോള് പെട്ടെന്ന് തലകറങ്ങി വീണു. അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. മോൾക്ക് എന്തു പറ്റിയോ എന്തോ, ഒന്നും അറിയില്ല. നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു നോക്ക്. അജയനും ജയനും ദേവ്യാനിയും കൂടിയാണ് കൊണ്ടുപോയത്. എന്നിട്ടെന്താ നമ്മൾ അറിയിക്കാഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. ഇനിയും വാശിയും പിടിച്ച് നിൽക്കാതെ ആദർശിനെ വീട്ടിലോട്ട് വിളിക്കണം. നയനമൊക്കെ എന്ത് പറ്റിയതാണെന്നൊന്നും അറിയില്ല. ആ സമയത്ത് മുത്തശ്ശൻ ഫോൺ എടുത്തിട്ട് ജയനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ജയൻ്റെ ഫോണിലേക്ക് മുത്തശ്ശൻ്റെ കോള് വരുന്നത്. ആ അച്ഛനാണല്ലോ ജയ. അപ്പം അജയൻ പറയുന്നുണ്ട്, ഓ അച്ഛനാണോ? എന്നാൽ പിന്നെ ഫോൺ എടുക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ അച്ഛ. ആ ജയ, നിങ്ങളിപ്പോൾ എവിടെയാ? ഞങ്ങൾ നയനയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുക. നയനമോൾക്ക് എന്ത് പറ്റി? പെട്ടെന്ന് തലകറങ്ങി വീണതാ അച്ഛാ. ദേവ്യാനി കണ്ടതുകൊണ്ട് പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. ഡോക്ടർ നയനമോളെ നോക്കിയില്ലേ? നോക്കി. എന്നിട്ട് ഡോക്ടറൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. നയനമോൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിനോ? അത് പിന്നെ എന്താ, കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ കുഞ്ഞിനെന്തോ പറ്റിയത്? ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു വസുന്ധരെ. അത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അച്ഛാ. അതെന്താ തീരുമാനമാവാത്തത്? ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. നയനമോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല അച്ഛാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി. ഇദ്ദേഹത്തോട് എന്താ അവർ പറഞ്ഞത്? നയനമോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഇദ്ദേഹത്തിന് ഒരു മാറ്റവും തോന്നുന്നില്ലേ? ആദർശിനെ എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് കൊണ്ടുപോവാ. അതവനും കൂടി തോന്നണ്ടേ വസുന്ധരെ? ഞാൻ പറഞ്ഞിട്ട് വേണോ അവൻ ഇങ്ങോട്ട് വരാൻ? അത് ഞാൻ തോക്കുന്നതിന് തുല്യമല്ലേ? ഇവിടെയും തോൽവിയും പരാജയം നോക്കി നിൽക്കണോ? നയനമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ ഇദ്ദേഹം? എല്ലാവർക്കും വേണ്ടി ഞാനെൻ്റെ തല താഴ്ത്തണമെങ്കിൽ അതുമാവാം. അവനെ വിളിച്ചാൽ പോരെ? പ്രശ്നം തീർന്നില്ലേ? ഞാൻ വിളിക്കാം. കൊച്ചുമകന് മുന്നിൽ എൻ്റെ പത്തി താഴ്ന്നെങ്കിൽ അങ്ങ് താഴട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടുന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ, ഡോക്ടർ സെബാസ്റ്റ്യൻ അല്ലേ? അതെ, ഞാൻ അനന്തമൂർത്തി. അത് പിന്നെ അറിയാതിരിക്കുമോ സാറേ? സാറിൻ്റെ നമ്പറൊക്കെ എൻ്റെ ഫോണിൽ സേവാ. അല്ല, സാറെന്തിനെ വിളിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്നെ താനൊന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ സാർ, എന്തു പറ്റി? തൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഗർഭിണിയാണ്. ആ കുട്ടിയുടെ വിവരം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അതിന് സാറിനെ നേരിട്ട് വിളിച്ച് ചോദിക്കാലോ? അങ്ങനെ ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത്. അതിനെന്താ സാർ, ഞാൻ ആരും അറിയാതെ സാറിന് ഈ കാര്യം അറിയിച്ചിരിക്കും. ശരി സാർ, ഞാൻ ഇപ്പോൾ വിളിക്കാം. ശരി, വിവരം അറിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വിളിക്കണം. ശരി സാർ. ഇതും പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ ഫോൺ കട്ട് ചെയ്യുന്ന കേട്ടോ. എന്നിട്ട് ഈ സെബാസ്റ്റ്യനെ അവിടെയുള്ള വേറൊരാൾക്ക് വിളിക്കുന്നുണ്ട്. ഹലോ സാർ, പറയൂ സാർ. അവിടെ അനന്തപുരിയിലെ നയന എന്ന് പറയുന്ന പെൺകുട്ടി അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഉണ്ട് സാർ, ഇപ്പോൾ വന്നതാ. എന്താ ഇപ്പോഴത്തെ അവരുടെ സ്റ്റേജ്? അവരുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അത് പിന്നെ സാർ, ഞങ്ങൾ എങ്ങനെയാണ് അവരോട് ഈ കാര്യം? ഒരു കൂട്ടം ആളുകൾ ആ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ പ്രശ്നം? ആ കുഞ്ഞിന് എന്താ സംഭവിച്ചത്? അത് പിന്നെ ഇപ്പോഴും പറയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നയനയുടെ മനസ്സിന് നല്ല ഭാരം ഉണ്ടായിരുന്നു ഡോക്ടർ. ആ കുട്ടിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തോതിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ ദേവ്യാനിയോട് പറഞ്ഞതാ. ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ദേവ്യാനി. എൻ്റെ കൂട്ടുകാരിയാ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ കുഞ്ഞിൻ്റെ കാര്യമോ? അത് പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തെങ്കിലും മറിമായം നടന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ അറിയാൻ പറ്റും സാർ. ശരി, എന്നാൽ പിന്നെ താൻ ഫോൺ വെച്ചോ. ശരി, പരമാവധി നിങ്ങൾ അത് നോക്കണം. ആ കുഞ്ഞിനെ രക്ഷിക്കണം. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതിയാൽ മതി. ശരി സാർ. ഇതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സെബാസ്റ്റ്യൻ നേരെ മുത്തശ്ശന് ഫോൺ ചെയ്യാണ്. അങ്ങനെ മുത്തശ്ശൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ മൂർത്തി സാർ. പറയടോ സെബാസ്റ്റ്യ. സാർ, അത് പിന്നെ സാറ് കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. കുഞ്ഞിനെ ചിലപ്പോൾ കിട്ടിയേക്കാം, ഇല്ലെങ്കിൽ കിട്ടാതിരുന്നേക്കാം. എന്ത്? അങ്ങനെയുള്ളൊരു സ്റ്റേജിലാണോ കുഞ്ഞ്? അതെ സാറേ. എനിക്ക് ഒരുപാട് വിഷമം താങ്ങാനൊന്നും പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ ലക്ഷ്മി ദേവ്യാനോട് പ്രത്യേകം പറഞ്ഞതാ, നയനയുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇനി ഉണ്ടാവരുതെന്ന്. പക്ഷേ വീണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. സർ, ഇത്രമാത്രം ആ കുട്ടി വിഷമിക്കാൻ എന്താ അവിടെ നടക്കുന്നത്? അത് ബിസിനസ്സിൻ്റെ ചില തകർച്ചകളായിരുന്നു. ശരി സാർ, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു. മാക്സിമം ഡോക്ടേഴ്സിനോടൊക്കെ ആ കുട്ടിയെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ശരി. ഇതും പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശൻ ആകെ ഒരു മരവിപ്പാണ് കേട്ടോ. മൊത്തത്തിൽ ആകെ എന്തോ തലയൊക്കെ കറങ്ങുന്ന പോലെ മുത്തശ്ശന് തോന്നാണ്. എന്നിട്ട് തൊട്ടപ്പുറത്തുണ്ടായ ചെയറിൽ മുത്തശ്ശൻ പതുക്കെ പോയി ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ മുത്തശ്ശിയും ജലജയും അങ്ങോട്ട് വരുന്നത്. ഇദ്ദേഹത്തിന് ജയനോ അജയനോ മറ്റോ വിളിച്ചോ? അപ്പം ജലജ പറയുന്നുണ്ട്, എങ്ങനെ വിളിക്കാനാമ്മേ? അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ അച്ഛനത് അമ്മയോട് പറയില്ലായിരുന്നു. നീ മിണ്ടാതിരുന്നോ ജലജെ? നിന്നോട് ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. നിനക്കിതൊക്കെ വലിയ രീതിയിൽ സന്തോഷം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ ഒന്നും അടിച്ച് പുറത്ത് കളയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഇല്ലായിരുന്നെങ്കിലേ കുറ്റിച്ചൂലെടുത്ത് നിന്നെയും നിൻ്റെ മകനെയും ആദ്യം ഞാനാവും ഇവിടുന്ന് പുറത്താക്കുന്നത്. മിണ്ടാണ്ട് അവിടെ ഇരുന്നോ? ഓ, അല്ലേലും ഞാനും എൻ്റെ മകനും എന്തെങ്കിലും പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾക്ക് കുഴപ്പമാണല്ലോ. ബാക്കി ആരും എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ദേ ജലജെ, നീ നിൻ്റെ നാക്കടക്കിക്കോ. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരെണ്ണം കിട്ടും നിനക്ക്. എൻ്റെ കൈൻ്റെ കരുത്ത് നിനക്ക് അറിഞ്ഞൂടെ? കുരയ്ക്കുന്ന പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കും വസുന്ധരെ. അവരുടെ കുര നിർത്താൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവരെ കൊന്നുകളയേണ്ടി വരും. ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് പേടിയാവാൻ കേട്ടോ. ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് ചെല്ലുന്ന സമയത്താണ് കേട്ടോ അവിടെ അഭി നിൽക്കുന്നത് കാണിക്കുന്നത്. അമ്മേ, എന്തെങ്കിലും അറിഞ്ഞോ? അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടോ? എടാ നീ ഒന്ന് അടങ്ങ്. അവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവളുടെ കുഞ്ഞിന് കിട്ടുന്ന കാര്യത്തിൽ സംശയമാണടാ. ഹോ, അവളുടെ കുഞ്ഞെങ്ങാനും പോയാലുണ്ടല്ലോ ഞാനിവിടെ പടക്കം പൊട്ടി ആഘോഷിക്കുമേ. എന്നാലും മോനെ, നമുക്കിവിടെ വെച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നിൻ്റെ അനിയത്തോട് ഈ സന്തോഷ വാർത്തയൊന്നും പോയി പറയണ്ട. അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ദേ മോനെ, നീ വേണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ, അവിടുത്തെ വിവരം അറിയാൻ. പിന്നെ ഞാനങ്ങോട്ട് ചെന്നിട്ട് വേണം അവിടുത്തെ എല്ലാ പണിയും കൂടി ആ ദേവയാനി തള എൻ്റെ തലയിൽ വെച്ച് തരാൻ. അത് ശരിയാണ്. അതുകൊണ്ട് നീ ഇപ്പം തൽക്കാലം അങ്ങോട്ട് പോകണ്ട. അവരുടെ കണ്ണീര് കാണാൻ എന്ത് രസമായിരിക്കും എന്നറിയോ? പക്ഷെ അങ്ങോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എന്തായാലും കാണാൻ പോകുന്ന പൂരം നമുക്ക് കണ്ടു തന്നെ അറിയാമേ. കുറച്ച് വെയിറ്റ് ചെയ്യാന്നേ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുത്തശ്ശിയാണ് കേട്ടോ. ഇദ്ദേഹം എന്താ ഒന്നും പറയാത്തത്? കുറേ നേരമായിട്ട് ഈ നിശബ്ദതയാണല്ലോ. എന്താ നൈനമൊക്കെ പറ്റിയത്? നൈനമോളുടെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താ എൻ്റെ നൈനമോളുടെ കുഞ്ഞിന് പറ്റിയത്? ഇദ്ദേഹം പറ. വസുന്ധരെ, കുഞ്ഞിന് കിട്ടുന്ന കാര്യത്തിൽ സംശയമാണ്. എന്ത്? കുഞ്ഞിനെ കിട്ടുന്ന കാര്യത്തിൽ സംശയമാണെന്നോ? അതെ. ആവും. എല്ലാത്തിനും കാരണം നിങ്ങളല്ലേ. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ബിസിനസ്സും കുടുംബവും കൂട്ടി മറിക്കണ്ടെന്ന്. MD സ്ഥാനം രാജിവെച്ച് ആദർശമം വീടിൻ്റെ പടി ഇറങ്ങിപ്പോയി. നോറ്റുണ്ടായൊരു കുഞ്ഞാണെങ്കിൽ അതും അങ്ങനെയായിപ്പോയി. എന്തൊരവസ്ഥയാ. പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തിനാ നമ്മളെ ദൈവം ഇങ്ങനെ കൈവിടുന്നത്? ഇദ്ദേഹമല്ലേ എല്ലാത്തിനും കാരണം. ദേവയാനിക്കും ജയനും അവരുടെ കൊച്ചുമക്കളെ നഷ്ടപ്പെട്ടത് നമ്മൾ കാരണമല്ലേ? ഇദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്? ഈ പാപമൊക്കെ ഇദ്ദേഹം എവിടെ കൊണ്ടുവെക്കും? ഞാൻ ഇദ്ദേഹത്തോട് ഒരിക്കലും പൊറുക്കില്ല. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഇദ്ദേഹത്തോട് ഒരിക്കൽ പോലും ഞാൻ മിണ്ടില്ല. എടോ വസുന്ധര, താൻ? അതെ, ഞാൻ തന്നെ ഈ പറയുന്നത്. ഇനി എനിക്ക് മറ്റ് വാക്കുകളൊന്നുമില്ല. ഇതുവരെ ഇദ്ദേഹത്തോട് ഞാനൊരു പിണക്കം പോലും കാണിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല. കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ ഇദ്ദേഹത്തോട്. എന്നിട്ട് ഇദ്ദേഹം കേട്ടില്ല. ഇനി എല്ലാം അനുഭവിക്ക്, ഒറ്റയ്ക്കങ്ങ് അനുഭവിക്ക്. ഇതും പറഞ്ഞാണ് മുത്തശ്ശി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോവാൻ കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ ആകെ അപ്സെറ്റായി പോവാണ്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശനാണ് കേട്ടോ. ആദർശ് ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുകയാണ്. അച്ഛാ, അമ്മേ, നയനിക്ക് എന്തു പറ്റി? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്തിനാടാ നീ നയനയെ തിരക്കുന്നത്? നിൻ്റെ ജോലിക്കും വാശിക്കും ഒക്കെ വേണ്ടി നീ വീട് വിട്ട് ഇറങ്ങി പോയതല്ലേ? ആ ഗർഭിണിയായ പെണ്ണിനെ ഒരുപാടിട്ട് വേദനിപ്പിച്ചില്ലേടാ നീ? അമ്മേ, അത് പിന്നെ ഒന്നും മിണ്ടടാ നീ. നിനക്ക് നയനമോളെ കാണാൻ യാതൊരു അർഹതയുമില്ല. ആ പാവൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നതുകൊണ്ട് മാത്രം നിന്നെ വിളിച്ചത്. അല്ലെങ്കിൽ നീ ഇനി എൻ്റെ മകനാണെന്ന് പോലും ഞാൻ നോക്കില്ല. എനിക്കിനി ഇങ്ങനെയൊരു മകനില്ല. നീ എൻ്റെ മുമ്പിൽ വന്നു പോരുത്. മാറി നിൽക്കങ്ങോട്ട്. അച്ഛാ, എനിക്ക് നയനെ ചെന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഇപ്പം ചെന്ന് കാണാൻ പറ്റില്ല. ഡോക്ടർ അകത്തുണ്ടോ? ഡോക്ടർ അകത്തുണ്ട്. അച്ഛാ, എന്താ എൻ്റെ നയനിക്ക് പറ്റിയത്? എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഞ്ഞിന് കുഴപ്പമുണ്ട്. കുഞ്ഞിനെന്താ പറ്റിയത്? കുഞ്ഞിനെന്ത് പറ്റാൻ? നീയൊക്കെ കൂടി നയനമോളുടെ മനസ്സിനെ ഇഞ്ചിഞ്ചായി പിച്ച് ചീന്തിയില്ലേ? അപ്പം പിന്നെ കുഞ്ഞിന് എന്ത് പറ്റാതിരിക്കാൻ? കുഞ്ഞിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അച്ഛാ, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? അതെ, നിങ്ങളൊക്കെ വാശിപ്പുറത്ത് ചെയ്തതല്ലേ, നീയും അച്ഛനും എല്ലാം. അന്നേരം ഗർഭിണിയായ ഭാര്യയെക്കുറിച്ച് ഒരിക്കൽ പോലും നിങ്ങളാരും ഓർത്തില്ല. ഇനി ഇതൊക്കെ അനുഭവിച്ചോ? ആദർശാണെങ്കിൽ ഒരു തൂണിൽ ചാരിയിട്ട് ആകെ തളർന്ന് താഴെ പോയി ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആദർശിന് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അജയനും ദേവ്യാനിയും ഓടി ചെല്ലുന്നുണ്ട്. മോനെ, നിനക്ക് എന്ത് പറ്റി? അപ്പം ഇങ്ങനെ ആദർശ് ശ്വാസം എടുത്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് ഇൻഹീലർ എടുക്കുന്നത്.
എന്നിട്ട് പെട്ടെന്ന് ശ്വാസം വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ ശ്വാസം അവിടെ റെഡിയായി കിട്ടുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടിയില്ല. അതാണ്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അനന്തപുരിയിൽ മുത്തശ്ശി പെട്ടെന്ന് തലകറങ്ങി വീടാണ്. ഇത് കണ്ട മുത്തശ്ശൻ ഓടിച്ചെന്ന് മുത്തശ്ശിയെ പിടിക്കുന്നുണ്ട്. അബിയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അബിയും ഓടിച്ചെന്ന് മുത്തശ്ശിയെ പിടിക്കുകയാണ്. അയ്യോ അമ്മയ്ക്കിത് എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ വണ്ടി പോയി എടുക്കണം, നോക്കി നിൽക്കാതെ. അങ്ങനെ അബിയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നേരെ വൈകിക്കൊണ്ട് പോവാണ് കേട്ടോ. തള്ളക്കിനി എന്തെങ്കിലും പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട്. കിളവയ്ക്ക് തലചുറ്റി വീഴാൻ കണ്ടൊരു സമയം. അപ്പം ജലജ മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പം കിളവിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഇതും പറഞ്ഞ് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് നല്ല ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. നയനയുടെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നുള്ളത് ഇതിൻ്റെ ബാക്കി എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബാക്കി എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.